പ്രാദേശിക വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ അഭിസംബോധന ചെയ്യും. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു. ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം ആസ്പദമാക്കിയുള്ള പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന് മൂന്നാറിൽ തുടക്കം. ഫെൻജൽ ചുഴലിക്കാറ്റ് ഇന്ന് പുതുച്ചേരിക്കും തമിഴ്നാടിനും ഇടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശത്ത് കർശന ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഹൈദരാബാദ് മുംബൈ സിറ്റിയെയും മോഹൻ ബഗാൻ ചെന്നൈ FCയെയും നേരിടും. വാർത്തകൾ വിശദമായി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന DGP, IG തലങ്ങളിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, CRPF, NSG, IB, SPG മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ചടങ്ങിൽ സമ്മാനിക്കും. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം. ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കാണരുത്, കർശന നടപടിയാണ് വേണ്ടത്. വിലങ്ങാട് ദുരിതബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബീഹാറിലെ മധുബനി ജില്ലയിൽ നടക്കുന്ന ക്രെഡിറ്റ് ഔട്ട്റീച്ച് പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി മന്ത്രി സംസാരിക്കും. സ്വയം സഹായ സംഘങ്ങൾ, മറ്റ് മേഖലകളിലുള്ള ഗുണഭോക്താക്കൾ എന്നിവർക്ക് 1000 കോടിയിലധികം രൂപയുടെ വായ്പയും മന്ത്രി വിതരണം ചെയ്യും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി മുഖ്യ അതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാജ്യത്തിന് വേണ്ടി ധീരതയോടെ സേവനമനുഷ്ഠിക്കുക എന്നതാണ് ഓരോ കേഡറ്റുകളുടെയും കടമയെന്ന് അഡ്മിറൽ ദിനേശ് K ത്രിപാഠി പറഞ്ഞു. 239 പേരാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 29 പേർ വനിതാ കേഡറ്റുമാരാണ്. കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള കേഡറ്റുമാരും പരേഡിൽ അണിനിരന്നു. സുഡാൻ, മൗറീഷ്യസ്, മ്യാൻമാർ, സീഷെൽസ് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തി പരിശീലനം പൂർത്തിയാക്കിയ 8 പേരും പങ്കെടുത്തു. പരിശീലനകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ B ശ്രീനിവാസ്, അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ, ഡെപ്യൂട്ടി കമാൻഡന്റ് റിയർ അഡ്മിറൽ പ്രകാശ് ഗോപാലൻ എന്നിവരും സംബന്ധിച്ചു. തുടർന്ന് കേഡറ്റുകൾക്ക് രക്ഷിതാക്കൾ സ്ട്രൈപ്പ് അണിയുന്ന ചടങ്ങുമുണ്ടായി. ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം ആസ്പദമാക്കിയുള്ള പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന് മൂന്നാറിൽ തുടക്കമായി. ലിംഗസമത്വവും സ്ത്രീ സൌഹാർദ്ദപരവുമായ ടൂറിസത്തെ പറ്റിയുള്ള കേരളത്തിന്റെ പ്രഖ്യാപനം സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ടൂറിസം വകുപ്പിന്റെയും UN വിമനിന്റെയും പങ്കാളിത്തത്തിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംഘടിപ്പിക്കുന്ന സമ്മേളനം തിങ്കളാഴ്ച അവസാനിക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഗുജറാത്തിലെത്തും. സൂറത്തിലെ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്ക് സ്ലാബ് നിർമ്മാണ കേന്ദ്രവും വഡോദരയിലെ പ്ലസർ ഇന്ത്യ ഫാക്ടറിയും അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് വഡോദരയിലെ ഗതിശക്തി വിശ്വവിദ്യാലയയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 239 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദം നൽകും. മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ വൈദ്യുതി ബിൽ തുക ഓൺലൈനായി അടയ്ക്കാൻ സൌകര്യമൊരുക്കുന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതി വൻ വിജയമെന്ന് KSEB. മീറ്റർ റീഡിംഗ് എടുക്കുന്ന PDA മെഷീനിലൂടെ തന്നെ ഉപഭോക്താക്കൾക്ക് ബിൽ തുക അടയ്ക്കാൻ സാധിക്കുന്ന പദ്ധതിയാണിത്. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് മുഖേനയോ ഭീം, ഗൂഗിൾ പേ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലൂടെയോ QR കോഡ് സ്കാൻ ചെയ്തോ ബിൽ തുക അടയ്ക്കാൻ കഴിയുമെന്ന് KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ഇരുവരും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രിയങ്ക വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങും. വയനാട്ടിൽ പുനരധിവാസം മുടങ്ങിയത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് നടന്ന സംഘടനാ പർവം യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്ത നിവാരണത്തിന് കേന്ദ്ര അവഗണന നേരിട്ടുവെന്നത് വ്യാജ പ്രചാരണമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പരസ്യമായി മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് ശാസ്ത്രീയ നൃത്തകലകൾ പഠിക്കാൻ സൌജന്യ പരിശീലനം നൽകി അമേരിക്കയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരായ അധ്യാപികമാർ. സാമൂഹിക പ്രവർത്തക MS സുനിലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനിലൂടെയാണ് ക്ലാസുകൾ നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗം നാട്യ കലാവിരുന്നിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 4 കുട്ടികളുടെയും 3 അധ്യാപികമാരുടെയും നാട്യവിരുന്നും നടന്നു. അമേരിക്കയിലെ നാട്യരംഭ സ്കൂൾ ഓഫ് ഡാൻസുമായി ചേർന്നാണ് പരിശീലനം. അമേരിക്കയിൽ നിന്നുള്ള നൃത്ത അധ്യാപികമാരുടെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പദ്ധതി. ഓൺലൈൻ മുഖാന്തരം നടക്കുന്ന ക്ലാസുകളിൽ ക്ലാസിക്കൽ നൃത്തത്തിനൊപ്പം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. നൃത്ത പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവസരവും സർഗം നൽകുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെൻജൽ ചുഴലിക്കാറ്റ് ഇന്ന് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്തും ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളവും സിനിമാ തിയേറ്ററുകളും അടച്ചു. കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുംബൈയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈ സിറ്റിയെ നേരിടും. കൊൽക്കത്തയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ FC-യുമായി ഏറ്റുമുട്ടും. ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ വനിതാ സിംഗിൾസ് സെമി മത്സരങ്ങൾ ഇന്ന്. വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധുവും പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ഇന്ന് മത്സരിക്കും. CPIM നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ബിപിൻ C. ബാബു BJPയിൽ ചേർന്നു. വിഭാഗീയതയെ തുടർന്നാണ് ബിപിൻ പാർട്ടി വിട്ടത്. BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗാണ് ബിപിന് അംഗത്വം നൽകിയത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ 12 മണിവരെയുള്ള കണക്കനുസരിച്ച് 41,385 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തത്സമയ ബുക്കിംഗിലൂടെ 7,891 പേരും ദർശനം നടത്തി. പത്തനംതിട്ട പന്തളത്ത് പത്തിയൽപ്പടി MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ 6 പേർക്ക് പരിക്ക്. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്കും ലോറിയുടെ ഡ്രൈവർ, ക്ലീനർ എന്നിവർക്കും പരിക്കുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് കാലിത്തീറ്റയുമായി പോയ ലോറിയാണ് മറിഞ്ഞത്. ശിവഗിരി മഠം വത്തിക്കാനിൽ നടത്തുന്ന സർവ്വമത സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മാർപ്പാപ്പയുടെ അഭിസംബോധന. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രത്യേക സെഷനുകളും നടക്കും. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ അഭിസംബോധന ചെയ്യും. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു. ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം ആസ്പദമാക്കിയുള്ള പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന് മൂന്നാറിൽ തുടക്കം. ഫെൻജൽ ചുഴലിക്കാറ്റ് ഇന്ന് പുതുച്ചേരിക്കും തമിഴ്നാടിനുമിടയിൽ തീരം തൊടുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശത്ത് കർശന ജാഗ്രത.
ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഹൈദരാബാദ് മുംബൈ സിറ്റിയെയും മോഹൻ ബഗാൻ ചെന്നൈയിൻ FCയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.